ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമായ വാർത്ത തീർച്ചയായും തൃശൂർ പൂരം കലക്കി എന്ന ആരോപണം RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച, അതിനോട് CPM എന്ത് പറയുന്നു, CPI എന്ത് പറയുന്നു, കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രീ K മുരളീധരൻ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. പ്രത്യേകിച്ചും തൃശൂർ പൂരം കലക്കൽ ആരോപണവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹവും ചില പ്രതികരണം നടത്തിയിരുന്നു. ശ്രീ മുരളീധരൻ, സ്വാഗതം. അങ്ങ് പറഞ്ഞത് കോഴി മോഷണം അന്വേഷിക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ എന്നാണ് ഈ പൂരം അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പ്രതികരണം. കുറുക്കൻ ആരെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചിരിക്കുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ ADGP ആണല്ലോ ഈ RSSുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയത്. ഈ RSSുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയിട്ടുള്ള അജിത് കുമാർ, അദ്ദേഹം RSSൻ്റെ ഒന്നിൽ കൂടുതൽ നേതാക്കന്മാരെയാണ് കണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുമ്പോൾ ഇന്ന് സ്പീക്കർ ശ്രീ എൻ ഷംസീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, RSS ഇന്ത്യയിലെ ഒരു പ്രധാന സംഘടനയാണ് എന്ന് സ്പീക്കർ പറയുമ്പോൾ CPM BJP അന്തർധാര ഇന്ന് കൂടുതൽ വ്യക്തമായിരിക്കുക. കാരണം ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതിനാ BJPക്കെതിരായിട്ടല്ലേ, BJPയുടെയും RSSൻ്റെയും ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടല്ലേ. ആ BJPയുടെ പ്രധാന ശക്തി സ്രോതസ്സായ RSS ഇന്ത്യയിലൊരു പ്രധാന സംഘടനയാണെന്നും അതിനെ ആ സംഘടനാ നേതാക്കന്മാരെ ADGP വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല എന്നും ഇത്രയും കേരളത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള സ്പീക്കർ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഈ അന്തർധാരയുടെ ആരംഭം കുറിച്ച ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ചർച്ച നടത്തിയതെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. അതിൽ ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞ കാര്യം കൂടി അങ്ങ് കേട്ട് കാണും. കാരണം അങ്ങനെ ഒരു ചർച്ച നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് സർസംഘചാലകമായി ചർച്ച നടത്തിക്കൂടെ എന്ന രീതിയിൽ അദ്ദേഹം പരിഹാസ രൂപേണ പ്രതികരിക്കുന്ന കൂടി കണ്ടാണ്. അപ്പോൾ ഈ അന്തർധാരകളൊക്കെ ഏതൊക്കെ വഴിയിലുള്ള ആരിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയില്ല. അന്തർധാരയുടെ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ ഈ ചർച്ചകൾക്ക് നിയോഗിച്ചതെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അതിലിപ്പോൾ ഗോവിന്ദമാഷ് എന്തെല്ലാം പറഞ്ഞാലും ശരി, ഈ അന്തർധാരയ്ക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ഇംഗീതത്തിന് വേണ്ടി പാർട്ടി വഴങ്ങിക്കൊടുക്കുകയാണ്. അതിൻ്റെ ദുരന്തമാണ് തൃശ്ശൂർ പൂരം കലങ്ങിയതും അതിനെ തുടർന്ന് BJPക്ക് എളുപ്പത്തിൽ വിജയിക്കാവുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിലുണ്ടായതും. ആ പാപഭാരത്തിൽ നിന്ന് പിണറായി വിജയനോ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അക്കാര്യം വളരെ വ്യക്തമാണ്. ഈ തൃശൂർ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കലായിരുന്നു എന്ന ആരോപണം ഇരുഭാഗത്തുനിന്നും ശക്തമായി. ശ്രീ VS സുനിൽകുമാർ അടക്കം അദ്ദേഹം അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്ന നിലയിൽ അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ തോറ്റവർക്ക് സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാകുക, അതിനുള്ള കാരണങ്ങൾ മുൻപിൽ ഇപ്പോൾ ഇങ്ങനെ പല രീതിയിൽ തെളിഞ്ഞു വരുന്നു. പക്ഷേ K സുരേന്ദ്രൻ പറയുന്ന അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുമൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടിയത് ഈ പൂരം കലക്കിയതുകൊണ്ടാണെന്നുള്ള മറുചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏത് നിലയിലാണ് ഈ കളി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുക എന്നാണ് അങ്ങ് കരുതുന്നത്? അത് കോൺഗ്രസിനെയാണോ കൂടുതൽ പിഴിഞ്ഞത്, അല്ലെങ്കിൽ CPMനെയാണോ പിഴിഞ്ഞത്? ഈ ADGPയുടെ കൂടിക്കാഴ്ച ഇതിലേക്ക് എങ്ങനെ വഴിതെളിച്ചിട്ടുണ്ടാകും? CPMന് വേണ്ടിയിട്ടാണല്ലോ, പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ADGP RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. അതിൻ്റെ സ്വാഭാവികമായിട്ടും BJPയെ സഹായിക്കുക, ആ സഹായിക്കാനുള്ള ഒരു ചർച്ചകൾക്കാണ് അന്ന് തുടക്കം കുറിച്ചത്. അതാണ് അവസാനം പൂരം കലക്കലിൽ സമാപിച്ചത്. ആ സമാപനത്തോടുകൂടെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം തെറ്റാണ്. അദ്ദേഹം പറഞ്ഞു ഗുരുവായൂരിലെ BJPക്ക് ലീഡ് കിട്ടിയത്. അത് തെറ്റാണ്. ഗുരുവായൂർ അസംബ്ലിയിൽ മൊത്തം 7000-ൽ പരം വോട്ടിന് എനിക്കാണ് 1ാം സ്ഥാനം വന്നത്, 2ാം സ്ഥാനം സുനിൽകുമാറിനും, 3ാം സ്ഥാനം മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഹിന്ദു ഏകീകരണം, അതാണ് പൂരം കലക്കലിലൂടെ പിണറായി ഉദ്ദേശിച്ചത്. അത് ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് പോളിംഗിൽ അത് പ്രതിഫലിച്ചത്. പക്ഷെ അതേസമയം CPMന്റെ ഭാഗത്തു നിന്നുള്ള മറുകാരം, പ്രത്യേകിച്ചും PV അൻവർ ഒക്കെ പറയുന്നത് സതീഷിനും RSSുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഏറ്റവും പുതുതായി വന്ന വാർത്ത കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് BJPയിൽ ചേരാനുള്ള ചർച്ചകൾ നടന്നു. അങ്ങനെ പല വിധത്തിലാണ്, അത് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ RSS ഒരു ഭാഗത്ത് നിൽക്കുകയും CPMും കോൺഗ്രസും RSS ബന്ധത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ആരെയൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഇതിലെ ആരുടെ പങ്കിനെയാണ് കൂടുതലായി സംശയിക്കുന്നത്?
അതായത് RSS കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇപ്പോഴും അവർ ആ പ്രക്രിയ തുടരുന്നുണ്ട്. ഞങ്ങളുടെ പല നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ നേതൃത്വം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഫൈറ്റിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് മോഡിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്നത്. അത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ട് BJPക്ക് എതിരായിട്ട് പോരാടുമ്പോൾ ആ BJPയുമായി ആ RSSുമായി കേരളത്തിൽ പിണറായി വിജയൻ സഹകരിക്കുകയാണ്. അവിടെയാണ് കേരളത്തിലെ അന്തർധാര ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൊത്തം ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം ദേശീയ നേതൃത്വം CPMൻ്റെ ദേശീയ നേതൃത്വം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ഉണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം ഒരിക്കലും മോഡിയെക്കുറിച്ചോ RSSനെ കുറിച്ചോ അല്ല പറഞ്ഞത്. അദ്ദേഹം മുഴുവൻ എതിർത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി എന്നെ കേരളത്തിൽ വെച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധി ഏറ്റവും അധികം എതിർക്കുന്ന ആൾ ഞാനെന്നാണ് ഞാൻ ധരിച്ചത്, പക്ഷേ പിണറായിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് പിണറായി വിജയനും RSSുമായിട്ടുള്ള അന്തർധാര. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്പീക്കറുടെ കമൻറ്റ്. ഏതായാലും കേരളത്തിലെ CPM പറയുന്നത് RSS ഇന്ത്യയിലെ പ്രധാന സംഘടനയാണ്, അവരുമായിട്ട് ആർക്കും വ്യക്തിപരമായി ചർച്ച നടത്താം, കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ്സിലെ ആരെങ്കിലും അങ്ങനെ മറ്റേ RSSൻ്റെ നേതാക്കന്മാരുടെ പരിസരത്ത് കൂടെ പോയാൽ അത് തെറ്റും, ഇവർ ചെയ്യുന്നത് ശരിയും. ഞങ്ങൾ പറയുന്നു RSS ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ട ഒരു സംഘടന തന്നെയാണ്. അതൊരിക്കലും ഇന്ത്യയിലെ പ്രധാന സംഘടനയല്ല, ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് അവർ. അപ്പോൾ ആ സംഘടനയ്ക്ക് വെള്ള പൂശുമ്പോൾ കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള പിണറായി വിജയൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം നോക്കി കാണുന്നത്.